സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് മുന്നിൽ കേരളീയ മനസ്സ് തേങ്ങുകയാണ്. ഉറ്റവരും ഉടയവരും വീടും സമ്പാദ്യങ്ങളും മണ്ണിലടിഞ്ഞപ്പോൾ ഒന്നും ബാക്കിയായി ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ഏതു തരത്തിലുള്ള ആശ്വാസമാണ് എത്തിക്കുക? ആകെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ സർക്കാർ സംവിധാനങ്ങൾ പോലും കൃത്യമായ ഉത്തരമില്ലാത്ത സാഹചര്യം. അവിടെയാണ് മുസ്ലിം ലീഗ് എന്ന മാനവിക പ്രസ്ഥാനത്തിന്റെ ക്രിയാത്മകമായ ഇടപെടൽ. തുല്യതയില്ലാത്ത വിധം മലനാടിന്റെ തേങ്ങൽ മുസ്ലിം ലീഗ് വളരെ വേഗത്തിലാണ് ഏറ്റെടുത്തത്. ആരുടെയും പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും കാത്തുനിൽക്കാതെ പാണക്കാടിന്റെ തിരുമുറ്റത്തു നിന്നും വയനാടിനു വേണ്ടിയുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ഫോർ വയനാട് എന്ന പുനരധിവാസ ക്യാമ്പയിൻ കാട്ടുതീ പോലെ നന്മയുള്ള മനസ്സുകളിലേക്ക് പടർന്നു. പ്രതീക്ഷകളും കിനാവുകളും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനു വേണ്ടിയുള്ള താങ്ങിനായി ഹരിത പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനത്തിനൊപ്പം പതിനായിരങ്ങൾ അണിനിരന്നു. ഇന്ന് രണ്ടാം വട്ടവും വയനാടിന്റെ തകർന്ന മണ്ണിലേക്ക് ചവിട്ടിക്കയറിയ മുസ്ലിം ലീഗ് നേതൃത്വം അവിടെ പ്രതീക്ഷയുടെ വിത്തുകൾ പാകി. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി 100 വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വയനാട്ടിൽ പ്രഖ്യാപിച്ചു. വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല നേതാക്കൾ അവിടെ നടത്തിയത്. അവശേഷിച്ച വയനാടിന്റെ അതിജീവനത്തിനാവശ്യമായ വിവിധോദ്ദേശ പദ്ധതികളാണ് മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പാക്കേജിലുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല, തൊഴിലുകൾ സൃഷ്ടിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാൻ ആവശ്യമായത് ചെയ്തും ആ ജനതയുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും വീണ്ടെടുക്കുക കൂടി മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമാണെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള പദ്ധതിയാണ് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മനുഷ്യരുടെ കണ്ണീരൊപ്പാനാണ് ഇപ്പോൾ ശ്രമം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തം ബാധിച്ച മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് നേതാക്കൾ മുസ്ലിം ലീഗ് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത്. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ശേഷമാണ് നേതാക്കൾ മടങ്ങിയത്. ADGP MR അജിത് കുമാറും നേതാക്കളെ അനുഗമിച്ചിരുന്നു.